സന്തോഷം. ഇത് ഷെബിക്ക് വാവച്ചി പറയേണ്ട ഒരു വാക്കാണ്. അവന് കിട്ടേണ്ട നീതിയും അവന് കിട്ടേണ്ട ന്യായവും കിട്ടിയിട്ടുണ്ട്. അത് വാവച്ചിയാണ് പറയേണ്ടത്. അവൻ്റെ വാക്കുകളായിട്ട് എല്ലാവരും സ്വീകരിക്കണം. ഈ ഒരു അവസരത്തിൽ എൻ്റെ വാവാച്ചി എല്ലാവർക്കും നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. കോടതിക്ക്, നമ്മുടെ നീതിപീഠത്തിന്, വക്കീൽ സാറുമാർക്ക്, പോലീസ് സാറുമാർക്ക്, ഗവൺമെൻറ്റിന്, മാധ്യമങ്ങൾക്ക്, പത്രത്തിന്, അല്ലസർ മാനേജ്മെൻറ്റിന്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്ദി പറയുന്നു. ലോകത്തിലെല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ വാവാച്ചിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. എനിക്ക് പൂർണ്ണതയായിട്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. എൻ്റെ വാവാച്ചി വളരത്തേ ഉള്ളൂ. എൻ്റെ കൊച്ചിൻ്റെ ബുദ്ധിയും എൻ്റെ കൊച്ചിയുടെ സ്വഭാവവും, അല്ലെങ്കിൽ ശരീരം വളരും, ബാക്കിയുള്ള മാറ്റമില്ലല്ലോ. അപ്പം കട്ടിലേലെ തന്നെ അവന് ഇപ്പം 17 വയസ്സായ ഒരു കൊച്ച് ഇനി 20 വയസ്സാകും, 25 വയസ്സാകും, 30 വയസ്സാകും. അപ്പം എന്നും എൻ്റെ കൈകളിൽ തന്നെ. അതുകൊണ്ട് ജീവിതം ഒന്നിച്ച് തന്ന ദൈവം ബാക്കിയുള്ളതും ഒന്നിച്ച് തരട്ടെ എന്ന് മാത്രമുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. എല്ലാത്തിനും സന്തോഷം. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണത് ആരായാലും. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ വിധി വന്നിരിക്കുന്നു. ഈ വിധിയിൽ എങ്ങനെ കാണുന്നു? സന്തോഷം അത്രേ ഉള്ളൂ. എന്ത് പറയാനാ, ബാക്കി എന്താ പ്രതീക്ഷിക്കുന്നത്? പൊതുജനങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ നിയമത്തിന് എന്ത് തോന്നുന്നോ അത് തന്നെ. ഞാനും ജീവിതം ക്ഷമിക്കണപ്പോൾ അങ്ങനെയല്ലേ ആകാവുള്ളൂ. ഇപ്പം എല്ലാവരെയും പോലെ ഞാൻ ആകാൻ പറ്റുമല്ലോ. ഞാൻ അവൻ്റെ അമ്മ മാത്രമല്ലേ. അവൻ്റെ 1 മാസത്തെ കെയർ ടേക്കറായിട്ട് വിട്ടു. അവൻ്റെ ആയയായിരുന്നു, അവൻ്റെ വേലക്കാരിയായിരുന്നു, എല്ലാം ആയിരുന്നു. പക്ഷെ അതിലുപരി അവൻ്റെ അമ്മയായിട്ടല്ലേ അവൻ സ്വീകരിച്ചേക്കുന്നത്. അപ്പം അവൻ്റെ അമ്മയാണ്. അപ്പോൾ അവൻ്റെ അമ്മ എന്തായിരിക്കണം? അത് എൻ്റെ മരണകാലം വരെ അവൻ്റെ കൂടെ ആയിരിക്കണം. അതാണ് ഒരമ്മ.